welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് No fire cooking challenge. അങ്ങനെ കഴിച്ച ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അത് no fire. അതെ, നമ്മൾ ഈ പേര് പോലെ തന്നെ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നോ ഫയർ കുക്കിംഗ് ചാലഞ്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ നമുക്ക് ഇൻഡക്ഷൻ ഉണ്ടാവില്ല, ഗ്യാസ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഉണ്ടാവില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലാതെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഒരു ഡിഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം ഇവിടെ. അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് തരും. Okay. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ ഒരു ഡിഷ് നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കണം. അതിൽ നിങ്ങൾക്ക് ഗ്യാസോ സ്റ്റവോ ഇൻഡക്ഷനോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഡിഷസ് ചെയ്യാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്പൊ ഒരേപോലെ ആയിക്കഴിഞ്ഞാലോ? ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റ് ആരാണോ ഉണ്ടാക്കി ഒരു വിജയിക്കും. ഇവിടെ മറ വെച്ചാലോ? എന്നാല് ഇവിടെ മറ വെച്ച് കുക്ക് ചെയ്താലോ? മറ വേണമെങ്കിൽ വെക്കാം അല്ലേ? എന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിഷസ് കാണില്ലല്ലോ. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഞാൻ പറയാം. താങ്കൾക്ക് ഇല്ലാത്ത ബുദ്ധി ഞങ്ങൾക്ക് പ്രവർത്തിച്ചു. എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ഈ നോക്കണ്ടേ? അങ്ങനെ ഞങ്ങളുടെ 2 ഭാഗത്തായിട്ട് മറകൾ വന്നിരിക്കുകയാണ്. എണീറ്റ് നിൽക്കുന്നോണ്ട് തന്നെ അങ്ങോട്ട് എന്ത് നോക്കി കാണും. ഡിഷസ് കാണൂല. കുറച്ച് ക്ലോസ് ആക്കിട്ട് വെച്ചിട്ട് ചെയ്യണം. അതാണ് നമ്മളെ ടാസ്ക്. അതെ, അപ്പൊ rules മനസ്സിലായോ? 5 മിനിറ്റ് സമയമാണുള്ളത്. അതിൽ സാധനങ്ങൾ ഒരേപോലെ തരും. അതിൽ നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കണം. അത് അവസാനം ടേസ്റ്റ് ചെയ്തിട്ട് ആരതാണോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അവരായിരിക്കും ഇതിൽ വിന്നർ ആയിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഈ ചാലഞ്ച് അല്ലേ? ഏറ്റെടുത്തിരിക്കുന്നു. അതെ, Okay. ഞാൻ ജയിച്ചില്ലെങ്കിലും നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടേസ്റ്റി ഡിഷ് ഒക്കെ കഴിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഇരിക്കുന്നു. Ready? ഉള്ളി, തക്കാളി, ബ്രെഡ്, പിന്നെന്താ ലേസ്, ടൊമാറ്റോ കെച്ചപ്പ്, ബട്ടർ, പാത്രം. ഇതില് കെച്ചപ്പ് ഉണ്ട്, ഇതില് ബട്ടർ ഉണ്ട്, ചീസ്, ഉള്ളി 2 എണ്ണം, തക്കാളി 3, ബ്രെഡിന്റെ സ്ലൈസ്, പിന്നെ ലേസും. ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കുക? ഒരു ബന്ധമില്ലാത്ത കുറെ അധികം സാധനങ്ങൾ 5 മിനിറ്റും തന്നിട്ട് എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട്. ഇത് അരിയെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുഖമുണ്ട്. രസമായിരുന്നു അത്. പക്ഷെ ടോസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല guys. നമുക്ക് എളുപ്പമുള്ള ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, ക്രഷ് ചെയ്യുക, പിന്നെ സ്ലൈസ് ചെയ്യുക. ഇതൊക്കെ വെച്ചിട്ട് വേണം ഡിഷ് ഉണ്ടാക്കാൻ. തലയിൽ എന്തൊക്കെ തലയിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പിക്ചർ കൂടെ ക്ലിയർ ആവില്ലേ? എനിക്ക് ഒന്നും നല്ലത് വരുന്നില്ല. ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഇത് വെച്ചത് ബ്രെഡ് ഒക്കെ ഉണ്ടാവുമ്പോ ശരിക്കും പാനില് ടോസ്റ്റ് ഒക്കെ ചെയ്യാനും ബട്ടർ അതൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണം. കഴിക്കണം. ചെറുതായിട്ടൊരു സാധനം എന്റെ തലയിൽ വന്നിട്ടുണ്ട്. ഞാൻ അത് ചെയ്യാൻ പോവാണ്. ഞാൻ ആരും തലയില്ല. തലയിൽ വരാൻ പോകുന്ന ഒരു സാധനം ചെയ്യാൻ പോവാ. ഞാൻ എനിക്ക് തോന്നിയതോട് ചെയ്യാൻ പോവാണ്. ഓക്കെ, തുടങ്ങാം. 3, 2, 1 start. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആദ്യം തന്നെ ഗൈസ് ഞാൻ ഉള്ളി എടുക്കുകയാണ്. ഞാനും അതന്നെ എടുക്കുന്നത്. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബട്ടറാണ് ഗൈസ്. ഞാൻ ഉള്ളി എടുത്തിട്ട് കുരുകുന നരിയാനുള്ള ഒരു പ്ലാനിലാണ്. ചെറുതാക്കി ഞാനിവിടെ ഈ 2 സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 2 സാധനം ഞാൻ ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പറയില്ല. ഇത് മിക്സ് ചെയ്യല്ലേ ഒന്നും ഞങ്ങൾക്കറിയാം. ഈ സാധനം എന്തോ 2 സാധനം ഇവിടെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, കോഴിമുട്ട കൊടുക്കുന്നു അവിടെ. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഒരു പരീക്ഷ. ഞാൻ തിന്നതാണ്. കെച്ചപ്പിന് വള വരുന്നുണ്ട്. കെച്ചപ്പിന് വള വരുന്നുണ്ട് അവിടുന്ന്. ഇങ്ങനത്തെ സാധനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ തിന്നാന്നുള്ളത് എന്റെ ബാധ്യതയാണ്. അതെ, സമയം എത്രയായി? 1 മിനിറ്റ് കഴിക്കോ? 1 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, സ്വാഭാവികം. ഇനി ഞാൻ ഇതിലോട്ട് 24 സെക്കൻഡ് മതി. ഇതാ ഗൈസ്, ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട്. ഗൈസ് ഇതിലോട്ട് ഞാനിതാ ഈ സാധനം എടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാനിതാ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഇടാം. പടച്ചോനെ. തിന്നണമെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും തോറ്റാലും ശരിയില്ല. ഇത് ഈ തിന്നേ പറ്റുള്ളൂ. അതിന് കണ്ണ് കാണണ്ടേ? കണ്ടില്ല, കണ്ടു കണ്ണ്. 3 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. ഓക്കെ 10 മിനിറ്റ് തന്നാക്ക് നല്ല ഡിഷ് ഉണ്ടാക്കി തരാം. ഗൈസ് ഞാനിതാ ഇതെടുത്ത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. ഏതാ അത്? ഇത് 2 എണ്ണം വേണം ഗൈസ്. അതുകൊണ്ട് ഇതൊക്കെ എവിടെ പൊട്ടിയിട്ട് ഗൈസ് ഞാനിതാ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് പറയാലോ എനിക്കറിയില്ല. ഇത് എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ തന്ന സ്ഥിതിക്ക് ഉള്ളിലേക്ക് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. എന്താ ചെയ്യാൻ പോകുന്നത് ഏകദേശം ആയിട്ടുണ്ട്. ഗൈസ് ഞാനിതാ ഈ സാധനം എടുത്ത് ഇതിലേക്ക് ഇട്ട് കേട്ടോ. ഈ സാധനം എടുത്ത് ഇതിലേക്ക് ഇട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞതാണ്.
പകുതി സമയം കഴിഞ്ഞു. 2 മിനിറ്റും 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. സമയം കഴിഞ്ഞില്ലേ? നമുക്ക് ഈ സാധനം ഇങ്ങനെ ചെയ്യാം. Guys, ഞാനിതാ ഈ സാധനം ഇങ്ങനെ ആക്കി. My God, ഞാൻ mess ചെയ്തു. ഞാനത് ഓൾറെഡി ആക്കി കഴിഞ്ഞു. ഞാനിതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനിതാ ഗൈസ് ഇവിടെ ഇത് ഇങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് എടുക്കാം. Guys, ഞാനിതാ ഈ സാധനം ഇതാ ഇതിലിടുകയാണ്. ഞാൻ ഈ സാധനം ഇപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇതിന് ഇങ്ങനെ ആയ കുറച്ച് ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഗൈസ് ഞാനിതാ ഈ സാധനം ഇങ്ങനെ നല്ല വെച്ചിട്ട് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ഇവിടെ ഒരു ലെയർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തിന്നും. അവരവരെ ടേസ്റ്റ് ചെയ്തെങ്കിലും അല്ലല്ല സല്ലു ചെയ്യാന്നാണ് സല്ലു ആദ്യം പറഞ്ഞത്. ഞങ്ങൾ അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ടു. ഉപ്പ് ഇവിടെ തേർഡ് ഇൻഗ്രീഡിയന്റ് കിട്ടൂല. ഞാനിത് ഈ സാധനം എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. സമയത്തുണ്ട് 1 മിനിറ്റും 22 സെക്കൻഡും ബാക്കി. ഓക്കെ ഗൈസ്, ഞാനിതാ ഈ സാധനം പൊളിക്കുകയാണ്. ഞാനിതാ മെയിൻ പാർട്ടിലേക്ക് കടന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഫൈനൽ ടച്ച് ആണ് ഗൈസ് ഇത്. 5 മിനിറ്റ് എത്ര പെട്ടെന്ന് പോയി എന്നറിയോ? 45 സെക്കൻഡേ ബാക്കിയുള്ളൂ. Last 25 seconds. എല്ലാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അവസാനം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. 10 9 ഇതൊക്കെ മറക്കാൻ കിട്ടുന്നില്ല. 7 2 1. റെഡി അല്ല? അല്ലല്ല വേറെ രീതി വേറെയാണ്. പക്ഷെ സാൻഡ്വിച്ചിന്റെ ആണ് സാധനം. ഗൈസ് ഇന്റത് ഇതാണ് ഗൈസ്. ഇതാണ് ഗൈസ്. ഇന്റത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഞാൻ ഉണ്ടാക്കിയത്. ഇന്റത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. ഞാനും ഈ സെയിം സാധനം തന്നെയാണ് ഉണ്ടാക്കിയത്. വിത്തൗട്ട് ചീസ്. ഞാൻ ചീസ് തുറക്കുന്നതിന് മുന്നേ ടൈമർ കഴിഞ്ഞു പോയി guys. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തില്ല. ബാക്കി എന്നുവെച്ചാ ഞാൻ ചീസ് മാത്രം ഇങ്ങനെ പൊളിച്ച് ഇത്രയാക്കി ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാനുള്ള ടൈം കിട്ടിയില്ല. അതാണ് പ്രശ്നം. എന്തായാലും തന്ന ഇൻഗ്രീഡിയൻസ് ശ്രീ മുഴുവൻ യൂസ് ചെയ്തില്ല. ശ്രീ ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷെ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ശരിക്കും സാൻഡ്വിച്ച് ആണ്. എല്ലാരും കാര്യം അങ്ങനെ വർക്ക് ആയത്. 3 പേരെ എങ്ങനെ സാൻഡ്വിച്ച് ആക്കി? അത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെലിപ്പതിയാണെന്ന് തോന്നുന്നത്. അല്ല സാൻഡ്വിച്ച് അല്ല. പക്ഷെ നമ്മള് ഓരോന്ന് കണ്ട് ശീലമുണ്ടല്ലോ. അവിടെ ഒരു ചിപ്സി ഷവർമ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ ലേസ് ഒക്കെ ഉള്ള ഒരു എന്താ പറയാ ലേസിന്റെ എല്ലാം കൂടി ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. എന്റെ തലയിൽ അതാ വന്നത്. എല്ലാം കൂടി കണ്ടപ്പോ ഇതാണ് വന്നത്. എനിക്ക് നല്ല കണ്ടപ്പോ അതാണ് വന്നത്. അതാണ് സംഭവം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോരുത്തർ അവരുടെ തന്നെ കഴിച്ചോളൂ. കഴിച്ചോ ഒരു പകുതി ഫുൾ വായിൽ പോകുന്ന രീതിയിൽ കഴിക്കണം. അപ്പൊ നടുവിലേക്കൊക്കെ ഫ്ലേവേഴ്സ് 5 അത് കട്ട് ചെയ്തുകൊണ്ട് കഴിക്കാൻ സുഖം. അതെ. കൊള്ളാം. നല്ല രസം ഉണ്ടാവും. നല്ല ഫ്ലേവർ ഉണ്ടാവും. ആണല്ലേ? 5 മിനിറ്റ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള മനസ്സിലായില്ലേ? കൊള്ളാൻ എന്നിട്ട് എന്താ കഴിക്കാത്ത ബാക്കി വെച്ചോ? അല്ല ഇത് എല്ലാം കഴിക്കാതെ ശരിയാ. എല്ലാ സെയിം സാധനമാണല്ലോ. ഇനി അടുത്തത് ഇന്റേതാണ് ഗൈസ്. ഞാൻ ഇതിന്റെ മുകളിൽ ബട്ടറൊക്കെ അത് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമല്ലോ. ജംബോ സാൻഡ്വിച്ച്. ഇങ്ങനെ അങ്ങനെ തുറക്കണം. ജംബോ ചിപ്സി സാൻഡ്വിച്ച്. അങ്ങോട്ടാ ഞാൻ കട്ട് ചെയ്തരാം. അങ്ങോട്ടാ ഗൈസ് ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ലെയർ ഡബിൾ ലെയർ ആയിട്ടുള്ള സാധനം. ഭയങ്കര ഫില്ലിംഗ് ആണ്. ഫില്ലിംഗ് കൂടുതലാണ്. ഓ നിലത്ത് വീണു. ഓ എല്ലായിടത്തുമായി. എങ്ങനെയുണ്ട്? ഇതും കൊള്ളാം. രണ്ടും സെയിം ടേസ്റ്റ് ആണ്. പക്ഷെ കുറച്ച് ഫില്ലിംഗ് കൂടുതലുണ്ട്. അതിന്റേതായ ചെറിയൊരു മാറ്റം. ടേസ്റ്റ് രണ്ടും സെയിം ആണ്. വിത്തൗട്ട് ചീസ് ഇതിന്റെ ഒരു സിമ്പിൾ വേർഷൻ ആണിത്. അത് കുറച്ച് ടൈം മാനേജ്മെന്റിൽ പാളിപ്പോയത്. അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീ ലേസ് പിടിച്ചിട്ട് കൊറേ നേരം അതിന്റെ മുകളിൽ നിന്നോ. ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാം ചീസില്ല. എല്ലാം
വ്യത്യാസമുണ്ട്, പക്ഷേ ഇതിന്റെ ഫില്ലിംഗ് നല്ല രസമുണ്ട്. ആണല്ലേ? നുണയാവുന്നു തിന്നാന്. ഇനി എല്ലാവരും കഴിച്ചു നോക്ക്. ഓക്കെ, റിസൾട്ടിന് മുന്നേ ഞങ്ങൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതെ. ഇത് കൊള്ളാം. മാറിപ്പോയി. രണ്ടും ഒരേപോലെയല്ലേ ടേസ്റ്റ് ചെയ്യും? രണ്ടും ഒരേപോലെ തന്നെ ടേസ്റ്റ് വരുന്നത് അല്ലേ? എന്താ ശ്രീന്റെ രണ്ടും സെയിം ടേസ്റ്റാ. സെയിം. ഇനി അടുത്തത് ശ്രീന്റെ ടേസ്റ്റ് ചെയ്യാം. ഒരു സിമ്പിൾ വേർഷൻ അത്രേ ഉള്ളൂ. ചീസ് ഇല്ലാതെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നമുക്ക്. എന്റെ ഫില്ലിംഗ് നല്ലോണം കഴിക്കും. നല്ല രസമുണ്ട്. ചീസ് ആകുമ്പോ കുറച്ചും കൂടെ റിച്ച്നെസ് അത്രേ ഉള്ളൂ. ഇതിലിപ്പോ പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, കാരണം രണ്ടുപേർക്കും സെയിം ടേസ്റ്റ് ആണ്, സെയിം ഡിഷ് ആണ്. സെയിം ഡിഷ് ആണ്. നിങ്ങൾ വെറൈറ്റി ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, എല്ലാവരും ഒരേ ഡിഷ് ആയിട്ട് ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഞാൻ ഓരോ പോയിന്റ് വീതം തരാം. രണ്ടുപേരും ഒരുമിച്ച് ജയിച്ചിരിക്കുകയാണ് ഒരേ മാർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ അടുത്ത റൂമിലേക്ക് അടുത്ത ഇനി എന്താണാവോ താങ്കൾ കരുതി വെച്ചിട്ടുള്ളത്? ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ക്വിറ്റ് ചെയ്യും. ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും തല ഒരേപോലെയാണ് വർക്ക്. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം ഗൈസ്. റെഡി? ഓറിയോ, മിൽക്ക്, ബട്ടർ, പീനട്ട് ബട്ടർ, കിറ്റ്കാറ്റ്, പഞ്ചസാര. അടച്ചൊരു ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതൊക്കെ ഓരോന്ന് പൊക്കിക്കൊണ്ടുവന്നു. ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ 6 ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളത് ഗൈസ്. ഇത് മധുരത്തിലുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഇത് കണ്ടിട്ട് മനസ്സിലായി. പക്ഷെ ഇത് മൊത്തത്തിൽ കണ്ടിട്ട് ഇത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതെ, അതാണ് പ്രശ്നം. എനിക്കും മനസ്സിലാവില്ല എന്താ ഉണ്ടാക്കുക. ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുറെ ഇൻഗ്രീഡിയൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ആ ഒറ്റ പാത്രം വെച്ച് കുഴച്ച് തരേ. ഒരു 2 മിനിറ്റ്, ഒറ്റ മിനിറ്റ് ആലോചിക്കാൻ സമയം. സമയമില്ല, അല്ലല്ല, ഞങ്ങക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കട്ടെ. ഒരു ഒറ്റ മിനിറ്റ് സമയം തരും ആലോചിക്കാൻ. വേറൊന്നും ഇല്ലേ? ഇല്ലല്ലേ? ഒന്നുമില്ലല്ലേ? എല്ലാരും മൗനവ്രതത്തിലാണ് കേസ്. ഇത് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് പഴം ആദ്യം വിരിക്കും, ഒരു ചട്ടി പഞ്ചസാരയിൽ മുക്കുന്നു, പീനട്ട് ബട്ടർ ഇങ്ങനെ തുറക്കുന്നു, അതിൽ ഒരൊറ്റ കുത്തു കുത്തുന്നു, അതിന് പഞ്ചസാര വിതറുന്നു, 2 കൊമ്പായിട്ട് കിറ്റ്കാറ്റ് വെച്ചിട്ട് കുറച്ച് പാലിൽ മുക്കി തിന്നാൻ തരും. ശരിക്കും തന്നെയാണ് വന്നത്. ഓക്കേ, ഇനി സമയമില്ല, ഒരു മിനിറ്റ് കഴിഞ്ഞു. 3, 2, 1 സ്റ്റാർട്ട്. ഞാനിതിപ്പോ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാന് ഇതാ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇതില് ഡാൽദിയ, പിന്നെ ഇവിടെ മലയാളം പറഞ്ഞിട്ട് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇനി ഇതൊക്കെ പൊട്ടിച്ചു കൊണ്ടേക്കണം. ഞാൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്യാൻ പോന്ന് വെച്ചാൽ ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഇതൊക്കെ എന്താന്ന് എനിക്കറിയില്ല. സല്ലു എന്തേ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നേ കൂട്ടി പറയാണ്, അമ്മക്കൊന്നും അറിയില്ല. അതൊക്കെ തന്ന സാധനം വെച്ചിട്ട് ഞങ്ങളാക്കി, അത്രേ ഉള്ളൂ. ഇത് ഞാൻ എടുത്തിട്ട് ഇതിലിടാണ് കേട്ടോ ഗൈസ്. സമയം കൂടി ഒന്ന് ഇടയ്ക്ക് പറഞ്ഞു തന്നാൽ എന്നെ കൊണ്ട് അതെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. 1 മിനിറ്റ് ബാക്കി, 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഈ സാധനം തുറന്നിട്ട് അതെന്താ ചെയ്യേണ്ടത് അറിയില്ല. തൽക്കാലം ഇപ്പൊ ഇത് ചെയ്യാം. ഞാനിത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിലിട്ടു. ഇതില് കുറച്ച് ഞാൻ ഇത് ഇടാണ് കേട്ടോ. കുറച്ച് എല്ലാരും അറിയില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ കൈസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലോട്ടിടാം. 1 മിനിറ്റ് കൊണ്ട് കറക്റ്റ് പ്ലാൻ ആക്കി, അതാണ് സത്യം. എനിക്ക് ഒരു പ്ലാനും ഇല്ല. ഞാനിത് തുറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. പകുതി ഞാൻ കട്ട് ചെയ്തിടുന്നുള്ളൂ. പഴമായിരിക്കും, അല്ലാതെ ഇത് കട്ട് ചെയ്യാനൊന്നുമില്ലല്ലോ. കട്ട് ചെയ്യാൻ എന്തൊക്കെ ഉണ്ട്, എല്ലാം വേണേ കട്ട് ചെയ്യാം. ഞാനിതാ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇതിടാ, ഉപയോഗിക്കണം എന്നല്ലേ ഉള്ളൂ. എന്താ പറയാണ്ടോ നമുക്ക്? എന്താ പറയാട്ടോ, നോക്കണ്ടല്ലേ. ഇനി ഇതെടുത്തിട്ട് ഇത് നമ്മള് അങ്ങനെ അങ്ങോട്ട് വേണ്ട. അയ്യോ എന്റെ സ്പൂണ് കാണുന്നില്ല. അയ്യോ സ്പൂണ് എവിടെ തല്ലു. ഞാനിതാ ഇത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്.
എടാ ഈ സ്പൂണുണ്ടോ? അല്ലേ. ഓക്കെ, ഇത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ഇതൊക്കെ ഉപയോഗിക്കണല്ലോ എന്നുള്ളതുകൊണ്ട് ഉപയോഗിക്കാം. അല്ലാതെ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അതല്ല, അതേ ഉള്ളൂ. അല്ലല്ല, ഒന്നും കൂടി ഉണ്ട്. ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു കൺസിസ്റ്റൻസി അല്ല, അതുകൊണ്ട് ഞാൻ ആ കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കാം. ഞാനിത് ഇവിടെ ഇങ്ങനെ ഇത് നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഒന്ന്. ഓക്കെ ഗൈസ്, ഞാനിതാ ഇതിലോട്ട് ഈ സാധനം കുറച്ചിട്ടിട്ട് ഇത് നല്ല ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. Last 30 seconds. 30 സെക്കൻഡ് കൂടെ. ഒരു 10 സെക്കൻഡ് ആകുമ്പോ പറയൂ. Last 20 seconds. നോക്കുന്നു. അറിയില്ല. 10 seconds ആകുമ്പോ പറയണേ. 4 3 2 10 seconds ആകുമ്പോ പറയാനല്ലേ ഞാന്. ടൈം ഓക്കേ, കഴിഞ്ഞു. റെഡി, കഴിഞ്ഞു. എല്ലാ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയത്. എന്തോ ഒരു സാധനം നോക്കൂ. എല്ലാരും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. ഞാനിത് അതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരമ്മ വെച്ച മക്കളെ പോലല്ലേ അവരെ കാണാൻ. പക്ഷെ ഇതിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് കാണണത്. ഇതെന്താ സാധനം? നമ്മളിങ്ങനെ എന്താ പറയാ, ഒരു എല്ലയൊക്കെ ഇങ്ങനെ നുള്ളി വെച്ചിട്ട് റെസ്റ്റോറന്റ് കാണൂലേ, വലിയ അതെ, ഇതെന്നെ സംബന്ധിച്ചാൽ ഇത് ഒരുമിച്ച് കഴിക്കേണ്ട സാധനമാണ് ഗൈസ്. ഇതെടുത്ത് കഴിച്ചിട്ട് നമുക്ക് ഈ സാധനം കുടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഷാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അയ്യോ, ഈ പാലിന് വേറെ സാധനങ്ങളുണ്ട്. വെറൈറ്റി സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അത്ര പൊടിച്ച് ഞാനിത് ഈ സ്പൂൺ വെച്ച് അങ്ങോട്ട് പൊടിച്ച്. ടേസ്റ്റ് ചെയ്തോളൂ. ഇതിനൊക്കെ പാട് വിടും. ആദ്യം തന്നെ 5ന്റെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗയ്സ്. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ അടി ഇങ്ങനെ എടുത്താൽ മതിയോ? കുറച്ചും കൂടെ ഇങ്ങനെ താഴെ. ഇത് ഒരുപാടുണ്ടല്ലോ. കുറച്ച് മിൽക്ക് എടുക്കുക. വേഗം പോട്ടെ വയലോട്ട്. ഞാൻ അവിടേക്ക് വെച്ചിരുന്നു. ഇല്ല, ഞാൻ കിട്ടും. എങ്ങനെയുണ്ട്? വായന്ന് ഫ്രീ ആവാൻ കുറച്ച് ടൈം എടുക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വായ ബ്ലെൻഡ് ആക്ക്. അല്ലാതെ ഇവിടെ വേറെ ബ്ലെൻഡർ ഒന്നും അതെ, വായന്റെ ബ്ലെൻഡർ. കഴിഞ്ഞോ? ഓക്കെ, താങ്ക് യു. മിൽക്ക് മാത്രം കുടിച്ചോടെ. ഞാൻ പിന്നെ ഷുഗർ ഒക്കെ നമുക്ക് ഡയറ്റ് ആ ഒരു സാധനം വരുമ്പോ ഷുഗർ ഒക്കെ പിന്നെ അത്ര ഇതാക്കാനേ പറ്റുള്ളൂ. തീരുമാനം പറയാനായിട്ടില്ല. സ്പൂൺ വേണോ? അത് അതിന് സ്പൂൺ വേറെണ്ടല്ലോ. അപ്പൊ ഇനി ഷാമിന്റെ മിൽക്ക് പോലെ ബനാന കളറിന് വ്യത്യാസം ഉണ്ടല്ലോ. കുറച്ച് കുത്തി ഉടച്ചതെന്ന് തോന്നുന്നു. കുത്തി ഉടച്ച അങ്ങനെയല്ല എടുക്കുക. അത് ഓളെടുത്ത് തരാം അതിന്റെ തനതായ രീതിയിൽ. ബനാന പീനട്ട് ബട്ടർ സ്മൂത്തി. ഇത് കുറച്ചുകൂടി ചവയ്ക്കുണ്ട് കുത്തി അടച്ചോണ്ട്. അതല്ലേ? ഓക്കെ. ടേസ്റ്റ് എങ്ങനെയാണ്? അത് നിങ്ങൾ നോക്കണ്ടേ? മിൽക്ക് മാത്രം കുടിച്ചോ. എന്ത് പറ്റിടാ? കുടിച്ചോ. മിൽക്ക് കുടിച്ചിട്ട് മനസ്സിലാവും. ഞാൻ ഇത് കുടിച്ചു നോക്കട്ടെ. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. എന്താ കുഴപ്പം? പരിസരോ നല്ലതാണോ? രസമുണ്ടല്ലോ. കാടികളോ? കാടിവെള്ളം പോലെ ഉള്ളത്. സാധനങ്ങളിട്ട കാടിവെള്ളം. റിച്ച് ഇവിടെ അല്ല, അവിടെ ഉള്ളത്. അവിടെ പോയി ട്രൈ ചെയ്യണം. അത് സീൻ സാധനം. ഞാൻ പിന്നെ തല്ലവർക്ക് മധുരം അധികം വേണ്ടല്ലോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് കൊറേ നേരം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത്. കഴിഞ്ഞിട്ടില്ല. അല്ല, ഒറ്റ പറയട്ടെ.
ഇറ്റ്സ് കാടിവെള്ളം. ഓക്കെ കൊണ്ടുവന്ന് തരുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് വെള്ളം മാത്രം പാല് മാത്രം കുടിച്ചോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോ. ആണോ? ആ നോക്കട്ടെ, ഞാൻ അടുത്തും കൂടി നോക്കട്ടെ. ഇനി അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഓറിയൊക്കെ ജീവിതത്തിന്റെ പോരാട്ടത്തിലാ. ഞാൻ എടുത്തരും. ഓക്കെ ഇതിൽ ഏതാ ഫസ്റ്റ്? ഓറിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ അതെ ഫസ്റ്റ് പഴം ഇത് കഴിക്കണം. തിന്നിട്ട് ഇത് കുടിക്കണം എന്നാ. അങ്ങനെയാണ് അതിന്റെ രീതി. ഫസ്റ്റ് പഴം തിന്നോ? അതെ അതാണ് അതിന്റെ അയ്യോ, ആഗ്രഹം. പഴത്തിനുള്ളിൽ എന്താ അത്? പഴത്തിന്റെ ഉള്ളിലാണ് പീനട്ട് ബട്ടർ ഇരിക്കുന്നത്. ഓക്കെ ഇതിങ്ങനെ എടുത്തോ. പഴെടുത്ത് പീനട്ടോട് കൂടി തിന്നിട്ടേ അടുത്തേക്ക് കിടക്കാം. ഇത് അനക്ക് ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് പ്രത്യേകം ഉണ്ടാക്കിയല്ലോ. അതെ ചോക്ലേറ്റ് വെച്ചിട്ട്. ചോക്ലേറ്റ് മിൽക്ക്. പഴം പീനട്ട് ബട്ടർ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. കുഴപ്പമില്ല. ബാ അടുത്തത്. അത് ഇപ്പൊ തന്നെ കുടിക്കണം. അടക്ക് അടി തഴ കൂടെ ഇങ്ങനെ എടുക്ക്. അങ്ങനെ തന്നെ എടുത്ത്. വാവ്, ആ കുത്തിടക്കൽ ഭയങ്കര കേട്ടോ. ഇത്രയും ചെറുതായി കുത്തിടക്കാൻ. ഓറിയോ ഒക്കെ ഇത്ര ചെറുതായി ഞാൻ കുത്തി അടച്ചിട്ടുണ്ട്. പഴം തിന്ന് കഴിയണ്ടേ? തൂക്കരുത്. അല്ലേ? തൂത്ത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നു അതിന് സെപ്പറേറ്റ് ആയിട്ട് തിന്നു. അതാണ് അതായത് ഒന്നിച്ച് വന്നപ്പോഴുള്ള ഒരു ബോറ് സെപ്പറേറ്റ് ആയിട്ട് വന്നപ്പോഴില്ല. അതോടാണ്. അപ്പൊ എനിക്കതൊന്ന് ആലോചിക്കാൻ 2 മിനിറ്റ് സമയമാണ്. വയറൊഴിഞ്ഞോണ്ടാ. ഞങ്ങളൊക്കെ തീർത്തോളാം. ഞങ്ങൾ എല്ലാം കൂടെ തിന്നിട്ടുണ്ടെങ്കിൽ ഇത് തിന്നട്ടെ. പഴം പീനട്ട് ബട്ടർ നല്ല കോമ്പിനേഷനാ. കുറച്ചും കൂടെ കുടിച്ചോ. അത് ഇറക്കിയിട്ട് കുടിച്ചാൽ മതി. ഇത് അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇറക്കിട്ട് വന്നാ അത് കുടിക്കാം. വിത്തൗട്ട് കിറ്റ്കാറ്റ്. വിത്തൗട്ട് കിറ്റ്കാറ്റ്. ഓക്കെ ഓറിയോ ജ്യൂസ് പോലെ ഉണ്ട്. ഓറിയോ ഷേക്ക് ഇല്ലേ, അതിന്റെ ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ടേ. നല്ല രസമുണ്ട് guys. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു വെറൈറ്റി മിക്സ് ഒന്നും ഇല്ലാത്ത ഓറിയോ ഷേക്ക്. ഓറിയോ ഷേക്ക്. അത് ആ ഓറിയോ അങ്ങനെ പൊടിച്ചെടുക്കണം കുറച്ച് പണി. ഓക്കെ, അപ്പൊ എന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ്, എല്ലാവർക്കും ടേസ്റ്റ് ഉണ്ട് ഇല്ലാന്നല്ല, ഒരില വെച്ചിട്ടുള്ളത് കൊണ്ട് പ്രസന്റേഷൻ ടേസ്റ്റ് എല്ലാം കൂടി വെച്ച് പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. 5 minutes കുക്കിംഗിൽ അടുത്ത റൗണ്ടിൽ ശ്രീയാണ് ജയിച്ചിരിക്കുന്നത്. ഓളെന്നെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ ഞാനത് സെപ്പറേറ്റ് വെക്കാന്ന് വെച്ചു. എനിക്ക് ഒരു വിധത്തിൽ ഇത് അങ്ങോട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ അതിന്റെ തല തോന്നുന്നില്ല. ഞാനൊരു സ്മൂത്തി ടൈപ്പ് ആണ് പിടിച്ചത്. ഞാൻ കുറച്ച് തിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തിക്ക് ആയിട്ടുള്ള ഒരു സ്മൂത്തി വേണം എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ തിക്ക് ആയിട്ടുള്ള സാമിന്റെ കുറച്ച് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ സ്മൂത്തി എന്ന് പറഞ്ഞാൽ പിന്നെന്താ, പിന്നെ അതിന്റെ കുറച്ച് മധുരം തീരെ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഒരു ഫ്ലേവർ കിട്ടുന്നില്ല. അതെ, ഞാൻ മധുരം കുറച്ചതാണ്. അതുകൊണ്ട് കുറച്ച് പോയതല്ല. സംഭവം എന്താ പറയാ, ഞാൻ കിറ്റ്കാറ്റ് ഞാൻ ആ രണ്ട് പീസായിട്ട് എങ്ങനെയുള്ളത് ആ ഫുള്ള് അത് ഞാൻ മൊത്തയിലിട്ട്. അപ്പൊ പിന്നെയും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായി പോവാന്നൊക്കെ വിചാരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്രാവശ്യം ഒന്നും ടേസ്റ്റ് ചെയ്തുണ്ടാക്കി തലയിൽ പോകുന്നില്ല. ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഒരു പോയിന്റ്, ഷാമിക്ക് 1 പോയിന്റ്, അഞ്ചിക്ക് 1 പോയിന്റ്, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ പോയിന്റ് വീതാണ്. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടിയാണ് ബാക്കിയുള്ളത്. ഫൈനൽ റൗണ്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് വിന്നർ. അതെ, ഓക്കെ. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. റെഡി? പിന്നെ എരുവിലേക്ക് കടന്നു. ചപ്പാത്തി, ഇത് മറ്റേ സ്ട്രിപ്സ്, ഉപ്പ്, മയോനൈസ്, ചീസ്, സോസ്, ഉള്ളി. ഇതിപ്പോ എന്താ അത് തന്നെ അറിയുള്ളൂ എനിക്ക്. നിങ്ങളെ തലയിൽ ഇപ്പൊ എന്താണോ വന്നത് അതന്നെ എനിക്ക് പറയുള്ളൂ. ഇതിപ്പോ ആ വെറൈറ്റിയിലോട്ട് ഞാൻ പോവും. വെറൈറ്റിയിലേക്ക് ചിലപ്പോ ഞാനും പോകും. അത് ഇവര് മെല്ലെ കൂടി എനിക്ക് അറിയുന്നില്ല. ചിലപ്പോ അത് എല്ലാരും മറ്റവരിന്ന് വ്യത്യസ്തമാക്കണം എന്ന് വിചാരിച്ചാൽ കൂടി ലാസ്റ്റ് ഒന്ന് ചെയ്യുന്നു. അതാവാനും നല്ല ചാൻസ് ഉണ്ട്. ഒന്ന് തുടങ്ങി. ഒരു മിനിറ്റ്. ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ഉപ്പുണ്ട്, കെച്ചപ്പ് ഉണ്ട്, മയോനൈസ് ഉണ്ട്, ചീസ് ഉണ്ട്, ഉള്ളി ഉണ്ട്. ഇനി സമയമില്ല കേട്ടോ. റെഡിയാണ്? റെഡി. ഏകദേശം തീരുമാനമായിട്ട് 3, 2, 1 സ്റ്റാർട്ട്. ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. ഞാൻ ഈ ഇൻഗ്രീഡിയന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതും
ഇത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ശ്രീ ഉള്ളിന്നാണ് കേട്ടോ. ഞാൻ ഉള്ളിന്ന് സൗണ്ട് ഈ നാട് മൊത്തം കേൾക്കാം. ഞാൻ ഉള്ളിന്ന് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് ലേശം ഞാനിവിടെ എന്തൊക്കെ ചെയ്യണ്ട എന്താ ഐഡിയ ഉണ്ട് എനിക്ക്. പക്ഷെ അത് നമ്മള് ഈ പാനിലൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഷാവി എന്തോ വെറൈറ്റി അവിടെ ട്രൈ ചെയ്തു. ഇല്ല വലിയ വെറൈറ്റി ഒന്നും അല്ല. പക്ഷെ ഇത് ലാസ്റ്റത്തെ റൗണ്ടാണ്. ഇതിലാണ് തീരുമാനിക്കപ്പെടുക. കാര്യം ഓരോരുത്തർക്ക് ഓരോ പോയിന്റിൽ അപ്പൊ നിക്കുന്നത്. നമുക്ക് ഇത് മൂന്നും കൂടി ആദ്യം നല്ല മിക്സ് ചെയ്യാട്ടോ. നമുക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ വേറെ തലയിൽ വരുന്ന ഒരു ഭീകര ഷെഫുകളാണ് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഇപ്പൊ എന്താ ഉണ്ടാക്കുന്നത്? ഞാനത് തന്നെ. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അയ്യോ എന്റെ കണ്ണേ. ഓ 1.5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 3.5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. 1.5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ എന്താ ഇനിയിപ്പോ അടുത്ത ചെയ്യണ്ടേ? അടുത്ത ഇതിലാണ് ഗൈസ് പണി. നല്ലോണം എരിയുണ്ട്. ഞാൻ അടുത്തത് ഇതാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണം ഗൈസ്. ഇത് കുറച്ചിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്താൽ അങ്ങനെ ആവും. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓവർ വേണ്ട കേട്ടോ, അത് അത്ര മതി. എന്താ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതൊരു പ്രത്യേകത സാധനമാണ്. പകുതി സമയം കഴിഞ്ഞു. 2.5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളെ മെയിൻ സാധനം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് വെറൈറ്റി ആയിട്ട് ഓരോരുത്തർ എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്. സൗണ്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഗൈസ് ഞാൻ എന്താ ഉണ്ടാക്കുന്നത്. മനസ്സിലാവാത്ത കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനിതാ ഗൈസ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇതിന്റെ നല്ലൊരു പോർഷൻ എടുത്തിട്ട് ഇപ്പൊ സമയത്ത് 2 സെല്ലു 1 മിനിറ്റ് 12 സെക്കൻഡ് ബാക്കി. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. ഗൈസ് ഇതിലേക്ക് ഞാനിപ്പോ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പണി കൂടെ ഉള്ളൂ. ഇത് സംഭവം ഇതിലേക്ക് വേണ്ട, പക്ഷെ എന്നാലും ഇൻഗ്രീഡിയന്റ് വന്നോണ്ട് തന്നെ ഒരു തുള്ളി ഉപ്പ് ലാസ്റ്റ് 1 മിനിറ്റ് ധാരാളം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ഇതാക്കുന്നു, എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേക പേര് തന്നെ ഉണ്ട് ഗൈസ്, അത് പേരിന്റെ ഓർമ്മയില്ല. ഇതുണ്ടോ? ഇതാണ് ഗൈസ് എന്റെ ഡിഷ്. എന്റെ ഡിഷ് റെഡി ആയിരിക്കാണോ ഉദ്ദേശിച്ചത്? ഏകദേശം അതുപോലൊക്കെ വരും. ഓക്കെ ഞാൻ അതിന്റെ നീളം പോർഷൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് 20 സെക്കൻഡ്സ്. 20 സെക്കൻഡ്സ് എത്ര സെക്കൻഡ് ഉണ്ടെന്ന് പറയൂ. 10 സെക്കൻഡ്സ് കൂടെ. 2 1 0 കഴിഞ്ഞു. ഞാനൊരു ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കിയത് ചെറുതായിട്ട് കുറി തൊട്ട പോലെ. ഓക്കെ റെഡി, ഫിനിഷ് ആയില്ലേ? ഫിനിഷ് ആയി. ഓക്കെ. കൊത്തുപൊറോട്ടെ, കൊത്തു ചപ്പാത്തി. ഇത് ഞാനിവിടെ റോള് ചപ്പാത്തി റോൾ. ഷവർമ പോലെ ഉണ്ടാക്കി. റോളിന് കൂട്ടാം. ഞാനൊരു ഹൈജീനിൽ തിന്നാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഒരാള് ടാക്കോസ് ഉണ്ടാക്കി, ഒരാള് കൊത്തി ചപ്പാത്തി ഉണ്ടാക്കി. അതെ, ഓക്കെ. എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ടുണ്ട് guys. എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിൽ എല്ലാരും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്ത് പിന്നെയാണ് നമ്മള് മെയിൻ പാർട്ടിലെ കടക്കുന്നത്. അപ്പൊ ടേസ്റ്റ് ആവാനുള്ള സമയമാണ് ഗൈസ്. അതെ, ഫസ്റ്റ് 5 ടേസ്റ്റ് ചെയ്തോളൂ. റോൾ ഒരു വലിയ ചപ്പാത്തി roll. അതെ, ചപ്പാത്തി റോൾ. വലിയ ബൈറ്റ് എടുത്താലേ ആ ഫില്ലിംഗ് കിട്ടുള്ളൂ. ക്രിസ്പി ചപ്പാത്തി അധികം കടിച്ച ടിഷ്യൂ ആയിരിക്കും. റോൾ. സിംഗർ ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ പറ്റില്ലല്ലോ ആർക്കും. ഇത് തൊട്ട് പോലും നോക്കിയിട്ടില്ലേ? എന്തൊക്കെയോ കറുമുറുന്ന് കറന്ന് തിന്നുന്നുണ്ടല്ലോ. കൊള്ളാം. സോസ് കുറച്ച് കൂടി മാറിയിട്ട് കൂടിയോ? ഓക്കെ
കുറച്ച് ചെറിയൊരു ഫീൽ ഉണ്ട്. തിരിച്ചു വരാം. അടുത്തതിൻ്റെത് സിംഗർ ടാക്കോസ് ആണ്. ഓ അത് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തതാണ് guys. ഇതില്ലേ ഞാൻ ഡിസൈൻ ഒക്കെ നോക്കി പക്ഷെ കൂരി തൊട്ടവനായി പ്ലേറ്റിംഗ് ചെയ്തതാ പക്ഷെ നടന്നില്ല. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തോളൂ. ഈ ഭാഗത്ത് നിന്ന് നല്ല ഈ ഭാഗത്തുനിന്നാണ് ആ നടുവ് എവിടെ നിന്ന് കഴിച്ചോ നല്ല ചിക്കൻ എല്ലാം നല്ലതാണ്. സോസായി മേല് മുഴുവൻ സോസ് ആയിട്ടുണ്ട്. ടൈം കഴിച്ചു കഴിയാനുള്ള ഒരു ഗ്യാപ്പ്. കുറച്ച് ഡ്രൈ ആണ്. ചപ്പാത്തിൻ്റെ വെപ്പാ. പക്ഷെ അഞ്ചുവിനെ കുറച്ച് സോസ് കൂടുതലായോണ്ട് ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട്. തിരിച്ചു വരാം. ഓക്കെ എല്ലാരോടും ഇതേ ഡയലോഗ് തിരിച്ചു വഴിക്ക് പോവും. പിന്നെ ഇവിടെ നിർത്തൂല. ഇനി അടുത്ത ശ്രീൻ്റെതാണ്. കഴിച്ചോളൂ. ചിക്കൻ കൊത്ത് ചപ്പാത്തി. ക്രിസ്പി അല്ല ക്രിസ്പി നല്ലോണം കൊത്തു ഇളക്കിയെടുത്തോ. പൊറോട്ട കൊത്തി ചപ്പാത്തി. ആ ഞാൻ എടുത്തരാം. കഴിച്ചോ. ഇപ്പൊ എന്ത് എളുപ്പത്തിൽ കിട്ടി. ഓൾ ദ ബെസ്റ്റ്. നല്ല ലുക്കുണ്ട്. കൊത്തു പൊറോട്ട ഞാൻ ചിക്കനും അരിഞ്ഞിട്ടുണ്ട്, ചപ്പാത്തി അരിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. സംഭവം കൊതിയുണ്ട്. അത് ഇതിലും സുഖം ഉണ്ടാവും നിന്നെ. കാര്യം ചപ്പാത്തി മുറിച്ചിട്ടാണല്ലോ. ചപ്പാത്തി മുറിച്ചതല്ല, അരിഞ്ഞത്. ഇത് കൊള്ളാം. കൊള്ളാം. ഇത് കൊള്ളാം. തിരിച്ചു വരാമെന്നല്ല, കൊള്ളാം കൊള്ളാമെന്നാ പറഞ്ഞത്. നാളെ ഞാൻ എല്ലാം കൂടെ ഒന്നുകൂടെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഒരു ഫൈനൽ തീരുമാനം പറയാം. ഓക്കെ ഞങ്ങൾ 3 പേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഈ ടേസ്റ്റ് ചെയ്തതില് ഏറ്റവും ഞങ്ങൾക്ക് ടേസ്റ്റ് തോന്നുന്നത് ശ്രീൻ്റെതാണ്. അറിയില്ല ശ്രീ തന്നെയാണ് ഈ ചാലഞ്ചിൽ വിന്നർ ആയിരിക്കുന്നത്. എല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് തന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ എങ്ങനെയായാലും സിമിലർ ആയി പോകും. അതിൽ പിന്നെ ആകെ വ്യത്യാസം വരുന്നത് ചിലത് സോസ് കൂടിപ്പോയി കുറഞ്ഞു പോയി, ഉപ്പ് കൂടി കുറഞ്ഞ്, മധുരം കൂടി കുറഞ്ഞ്, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇതിൽ വരാനുള്ളത്. അതിൽ ഇപ്പൊ ഈ തന്ന സാധനത്തിൽ കുറച്ച് ഇതെല്ലാം കൂടെ വെച്ചിട്ട് കറക്റ്റ് ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ശ്രീന്റെ ആ ഒരു കൊത്തു ചപ്പാത്തി ആയിരുന്നു ബെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം കൊത്തി അരിഞ്ഞു. അതുകൊണ്ടാണ് അതിങ്ങനെ മൊത്തം ബ്ലെൻഡ് ആയി. അഞ്ചിന്റെ കുറച്ച് സോസിന്റെ കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് ഫില്ലിംഗ് കൂടുതലുണ്ട്. പക്ഷെ 3 പേരതും ടേസ്റ്റ് ഉണ്ട്. അഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ട്, ഷാമിന്റെ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്താണ്, അതും ടേസ്റ്റ് ഉണ്ട്, ശ്രീന്റെതും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് എന്താ പറയാ, കുറച്ച് ബാലൻസ്ഡ് ഫ്ലേവർ വരുന്നത് ശ്രീന്റെ. അപ്പൊ 2 മാർക്കോട് കൂടി ശ്രീ ആണ് ഗൈസ് ഈ ചാലഞ്ചിൽ വിന്നർ ആയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം സല്ല് തരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ തരാം. അത് ഞങ്ങൾ ലോട്ടറി ഇട്ട് ഞങ്ങൾക്ക് വേണ്ടത്, അതായത് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ വിധി പോലെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അതും ടേസ്റ്റ് ചെയ്തൊരു കൺഫ്യൂഷൻ ആയിട്ട് എനിക്ക് അത് പല പല സാധനങ്ങളായിരിക്കും. ഈ റൗണ്ടിലാണ് നമ്മൾ കൂടുതൽ സമയം എടുത്ത് തീരുമാനം എടുത്തത്. ഭയങ്കര മനസ്സിലാവുന്നില്ല, എല്ലാവരും ഏകദേശം ഒരേ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, This is Shamya, signing off.